നമസ്കാരം. നമ്മളുള്ളത് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ ഇത്തവണ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് വരുമ്പോൾ അതേപോലെ തന്നെ ഒരു സാഹചര്യം തളിപ്പറമ്പിലുമുണ്ട്. വിവാദങ്ങളുണ്ട്. നമുക്കൊപ്പമുള്ളത് കെ ശ്യാമള ടീച്ചറാണ്. ഈ തളിപ്പറമ്പിൽ പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ല. ശ്യാമള ടീച്ചർ അത്രത്തോളം സുപരിചിതയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ 9 ദിവസം കൂടി ഉള്ളൂ, ഓടിയെത്താൻ പറ്റിയോ എല്ലായിടത്തേക്കും? ഞങ്ങളിപ്പോൾ തളിപ്പറമ്പിനകത്ത് 7 പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റികളും 9 തദ്ദേശഭരണ സ്ഥാപനങ്ങളുള്ളത്. ആ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ആദ്യം പൊതുവെ പര്യടനമില്ലാതെ കുറച്ച് ആളുകളെ കാണുന്ന രീതിയിൽ 9 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും പോയി. ആദ്യം 1-ാം ഘട്ടം പൊതുപരിപാടി എന്ന നിലയിൽ 9 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും പരിപാടിയുടെ ഭാഗമായിട്ട് പോയി കഴിഞ്ഞു. നാളെ മുതൽ 2-ാം ഘട്ട പര്യടന പരിപാടി ആരംഭിക്കുകയാണ്. കുറച്ച് വലിയ മണ്ഡലമാണ്, പക്ഷേ എല്ലാവരും ഓടിയെത്തുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ചർച്ചകൾ, വിവാദങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട്? ഒരു സ്വാധീനമില്ല. വോട്ടർമാർക്ക് അത് ചർച്ചയല്ല. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. നാട്ടിൻ്റെ രാഷ്ട്രീയവും വികസനവുമാണ് അവർ ചർച്ച ചെയ്യുന്നത്. മറ്റല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. വോട്ടർമാരുടെ ഇടയിൽ അതൊരു പ്രശ്നമല്ല. ഭൂരിപക്ഷത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുമെന്നോ അത്തരത്തിലുള്ള ഒരാശങ്ക കൂടുന്നില്ല. ഒരു ചർച്ചയാണ്. ഞാനിങ്ങനെ പോകുമ്പോൾ ആളുകളെ കാണുമ്പോൾ ആളുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടും ഭൂരിപക്ഷം കൂടും എന്നാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകളുടെ ഇടയിൽ ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ തവണ ഇപ്പോൾ അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെ നിങ്ങൾ ഒരുമിച്ചിരുന്നവരാണ് അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനാണെങ്കിൽ ഒരുമിച്ചിരുന്ന് തന്ത്രങ്ങൾ മെനഞ്ഞ ആളുകളാണ്. രണ്ട് പക്ഷത്തിരുന്ന് എതിർപക്ഷത്തിരുന്നുകൊണ്ട് വ്യക്തിപരമായിട്ട് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ആലോചിക്കുകയോ ഒരു വിഷമം തോന്നുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, അതിൽ വ്യക്തിപരമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ടാണ് ഇത്ര കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പാർട്ടിക്കകത്തുണ്ടാകുന്ന ഇത്ര ഏത് അപജയങ്ങളും വ്യക്തിപരമായിട്ട് അതൊരു പാർട്ടിയോട് സ്നേഹമുള്ള ആളുകൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസപ്പെട്ടിരിക്കുകയല്ല, അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് സംഘടനാ കാര്യങ്ങൾ മെനഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യുക. ഇതിലിപ്പോൾ അദ്ദേഹം പറയുന്നത്, കെ ഗോവിന്ദൻ മാഷ് പറയുന്നത് പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമില്ല, അതിനെതിരായ പോരാട്ടമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്കൊപ്പം ഈ നേതൃത്വത്തിനോട് വിയോജിപ്പുള്ള എല്ലാ പാർട്ടി അണികളും തനിക്കൊപ്പം ഉണ്ടാകും എന്നാണ്. അതിനോടുള്ള ടീച്ചറിന്റെ പ്രതികരണം എങ്ങനെയാണ്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഗോവിന്ദൻ മാഷൊക്കെ എന്നെക്കാട്ടി പറയുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടിക്കുള്ളിലാണ്. പാർട്ടിക്കുള്ളിൽ നിന്നിട്ടാണ് ഉൾപാർട്ടി ജനാധിപത്യം. അതിനുവേണ്ടി പോരാടുകയും അതിൻ്റെ ഭാഗമായി അപജയങ്ങളുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യേണ്ടത്. പാർട്ടിക്ക് പുറത്തു പോയാൽ എന്ത് ഉൾപാർട്ടി ജനാധിപത്യം? അതൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ഈ വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ടീച്ചറുടെ ഒരു രാഷ്ട്രീയ കരിയർ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. വനിത എന്നുള്ള നിലയ്ക്ക് ചെയർപേഴ്സൺ ആകുമ്പോഴും ഒക്കെ തന്നെ ആന്തൂരിലെ ആദ്യത്തെ നഗരസഭാ ചെയർമാനാണ്, അപ്പോൾ ചെയർപേഴ്സണാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ വനിതകൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പം സ്ത്രീ സുരക്ഷ എന്നുള്ളൊരു വിഷയം ഞങ്ങൾ പല സ്ത്രീകളോടും സംസാരിക്കുമ്പോൾ അവരത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. പിന്നെ സ്ത്രീ ശാക്തീകരണം. അപ്പോൾ അതിൽ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത് വോട്ടേഴ്സിൻ്റെ അടുത്ത്? ഇനി ഞാൻ എൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കണക്റ്റിംഗ് തളിപ്പറമ്പ എന്ന രീതിയിൽ തൊഴിൽ കൊടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി 2000 ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതിൽ നല്ലൊരു ഭാഗം സ്ത്രീകളാണ്. അപ്പോൾ പ്രധാനമായും ആ നിലയിലുള്ള സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നാടുകാണി, സഫാരി പാർക്ക്, അതുപോലെ തന്നെ വെള്ളിക്കീൽ, മുല്ലക്കൊടി, ധാരാളം ടൂറിസം ഡെസ്റ്റിനേഷനുകൾ വരുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ധാരാളം സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന കാര്യങ്ങൾ, അതാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ പൊതുവെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിൽ ഒതുങ്ങുന്ന പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. വി ഗോവിന്ദൻ മാഷ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഈ മണ്ഡലത്തിൽ നമുക്കിനി ഇന്നത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? ഒരു കൗതുകം അറിയാനായിട്ട്. അല്ല, വീട്ടിൽ ഞങ്ങൾ ഗോവിന്ദൻ മാഷ് അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ ഈ മണ്ഡലത്തിൻ്റെ കാര്യം അങ്ങനെ ചെയ്യാമെന്നും പറയാറില്ല. നമ്മൾ പാർട്ടിപരം അല്ല, ഈ കമ്മിറ്റിക്കകത്ത് നമ്മളെ മണ്ഡലത്തിലെ കാര്യങ്ങൾ പൊതുവായി ചർച്ച ചെയ്യുന്ന നമ്മളെ മണ്ഡലം കമ്മിറ്റികളൊക്കെയാണ്. ആ മണ്ഡലം കമ്മിറ്റിയുടെ ഒരാളാണ് ഞാൻ. അങ്ങനെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നമ്മളെ മണ്ഡലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, അതിൻ്റെ വിഷൻ രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പൊതുവായി ചർച്ച ചെയ്യും. ഞാൻ ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പാർട്ടി DC എന്നൊക്കെ നിലയിൽ ബന്ധപ്പെട്ട കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്യുന്നില്ലാണ്ട് വ്യക്തിപരമായിട്ട് അങ്ങനെ ഇങ്ങനെ വീട്ടിൽ രാഷ്ട്രീയം പറയാറുണ്ടോ? വീട്ടിൽ നമ്മൾ രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യും പലപ്പോഴും. ഓരോ സന്ദർഭത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വീട്ടിനകത്തൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്നതിലുപരിയായി ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളൊക്കെ നമ്മളെ
മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ചർച്ച ചെയ്തത്. ടീച്ചർ എത്രയോ കാലമായി ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. SFI കോളേജ് പഠനകാലത്ത് തുടങ്ങി പിന്നീട് പല പല ഘടകങ്ങളിൽ മഹിളാ അസോസിയേഷൻ്റെ ഒക്കെ പ്രതിനിധിയായിട്ടും പിന്നീട് ഇവിടെ ഒക്കെ പ്രവർത്തിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരാൾ MP ഗോവിന്ദന്റെ ഭാര്യ എന്ന തരത്തിലേക്ക് ചുരുക്കി പറയുന്നത് കേട്ടപ്പോൾ ഒരു സമയമെങ്കിലും ഒന്ന് മനസ്സ് അല്ല, അത് മനസ്സിലല്ല തോന്നിയത്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുമ്പേ പറഞ്ഞൊരു കാര്യം, ഞാൻ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയാണ്. അതെ, ഞങ്ങളെ മഹിളാ അസോസിയേഷൻ സർക്കിളിൽ ചർച്ച ചെയ്യുന്ന പ്രശ്നം തന്നെയാണിത്. സ്ത്രീകൾ അവരുടെ ഐഡന്റിറ്റി വെളിവാക്കി സംഘടനാ രംഗം സജീവമായി വരുമ്പോൾ അവരെ ഒന്ന് ഇരുത്തുന്നതിന് വേണ്ടി ഇന്നയാളുടെ ഭാര്യയാണ്, ഇന്നയാളുടെ സഹോദരിയാണ് എന്ന് പറയുന്ന ഈ പുരുഷ മേധാവിത്വപരമായ കാഴ്ചപ്പാട് ഞാൻ വിഷമിക്കുകയാണ്. എന്ന് വിഷമിക്കുന്നത് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മളൊരു 95-ന് ശേഷം 95-ലാണ് 33% സംവരണം വരുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള മാറ്റം സ്ത്രീ സമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. 50% സ്ത്രീകൾ കുടുംബശ്രീ ശാക്തീകരിച്ചു. വലിയ രീതിയിൽ സ്ത്രീ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ മേഖലയിലും സ്ത്രീകളുടെ നല്ല മുന്നേറ്റമാണ്. ആ സന്ദർഭത്തിൽ പോലും സ്ത്രീകൾ കിട്ടുന്ന ഈ പരിഗണനയെ ഇങ്ങനെ കുറച്ച് കാണുന്നതിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാകുമായിരിക്കും. എനിക്ക് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൂടെ യഥാർത്ഥത്തിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട്. മാധ്യമങ്ങളും കൂടെ യഥാർത്ഥത്തിൽ ഇതിന് ഭാഗമാകുമെന്ന്. മാധ്യമങ്ങളാണ് യഥാർത്ഥ ഞാൻ കണ്ടത്, ആദ്യം മാധ്യമങ്ങളാണ് പറഞ്ഞത് ഇയാളുടെ ഭാര്യയാണാവുന്നുള്ളത്. മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഞാൻ നോക്കി, അത് പിന്നെ നമ്മുടെ പത്രത്തിനകത്തായാലും ജനലിനകത്തും ആദ്യം ഇന്നയാളുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ടാണ് മഹിളാ അസോസിയേഷൻ നേതാവാണെന്ന് പറയുന്നത്. അല്ല, TK ഗോവിന്ദന്റെ ആരോപണം അതായിരുന്നല്ലോ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഇത്രയും ഈ 6 പതിറ്റാണ്ടിലേറെ ഈ പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ടീച്ചറെ ഇങ്ങനെ ചുരുക്കി പറഞ്ഞത് എന്നുള്ളിടത്താണ് താങ്കൾക്ക് വേദന തോന്നിയത്. അത് അയാളുടെ വ്യക്തിപരമായ താല്പര്യം കാര്യങ്ങളും വെച്ച് പറയുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല. അതൊക്കെ തന്നെ പാർട്ടി എന്ന രീതിയിൽ മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ കാര്യമല്ല, പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന നറേഷൻ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരും ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു വേദനാജനകം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിനി മാറുന്നില്ലല്ലോ. നമ്മുടെ മനസ്സിനകത്ത് ഈ ഒരു സ്ത്രീകളെ അംഗീകരിക്കാനുള്ള ഒരു പ്രയാസം ഇപ്പോഴുണ്ടല്ലോ എന്നുള്ളതാണ്. അത് സമൂഹം ആയി ഉണ്ടാകുന്ന ആലോചിക്കുന്ന ഒരു കാര്യം ഞാനും ആലോചിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ടീച്ചർ പറഞ്ഞല്ലോ, പ്രവർത്തകർക്കിടയിൽ കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ ഈ വോട്ടർമാര് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പുറത്ത് പോയി നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ആ വ്യക്തിയോടും ഉണ്ടാവാം. അപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് അവർക്ക് അറിയാം പാർട്ടിയുടെ ഇതിൽ തന്നെയാണ് നിൽക്കുക. അല്ലാത്ത കുറേ വോട്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പ്രചാരണത്തിനൊക്കെ പോകുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമുള്ള? ഇല്ല, ഒരു ആശയക്കുഴപ്പമില്ല. നമ്മളെ പാർട്ടി മെമ്പർമാരിൽ പാർട്ടി സഖാക്കൾ, പാർട്ടി ബന്ധുക്കൾ, നമ്മൾ പാർട്ടി ഓരോ കമ്മിറ്റിക്കകത്തുള്ള ഉണ്ടാവുമല്ലോ, അവരെക്കാൾ രാഷ്ട്രീയമുള്ള പാർട്ടി അനുഭാവികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോഴാണ് ആളുകൾക്ക് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പരിഗണന കിട്ടുന്നത്. ഈ പാർട്ടിക്കകത്ത് ഈവൻ ഞാൻ പോലും ഈ പാർട്ടിക്കകത്ത് പോയാൽ പിന്നെ നമ്മളെ ആരും അങ്ങനെ മൈൻഡ് ചെയ്യില്ല. ഒരു വനിതാ മുഖ്യമന്ത്രി വേണ്ടേ നമുക്ക് കേരളത്തിൽ? അല്ല, വനിതാ മുഖ്യമന്ത്രി വേണം, വനിതാ മുഖ്യമന്ത്രി വേണം. നമുക്കകത്ത് സംശയമൊന്നുമില്ല, വനിതാ മുഖ്യമന്ത്രി വേണം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ആദ്യം വനിതകളെ ഉണ്ടായിട്ടില്ല, ഇപ്പം വനിതാ MLA-മാർ. ഇപ്പോൾ കണ്ണൂരിൽ 2 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. അപ്പം ഇനിയും നമ്മുടെ അസംബ്ലിക്കകത്ത് സ്ത്രീ പ്രാതിനിധ്യം കൂടണം, വനിതാ മുഖ്യമന്ത്രി വേണം, വനിതാ പ്രധാനമന്ത്രി വേണം എന്നൊക്കെയാണ്. സ്ത്രീകൾ ഇനി ശാക്തീകരിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് വിജയം ഉണ്ടാകുന്ന പ്രതീക്ഷ. അപ്പോൾ താങ്ക് യു ടീച്ചർ, എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.